മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്ക് മധുവിധുവാസന്തരാവിൽ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്ക് മധുവിധുവാസന്തരാവിൽ. പട്ടുമിത്ത് വീരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുറക്കാം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോൾ ചുവട് വെച്ചു പാടാം ശുഭരാത്രി, മനസ്സിൽ കൊണ്ടുനേരാം ആശംസ. ഇവിടെ കുഞ്ഞായിരിക്കുമ്പോളെ ഇങ്ങനെ നല്ല അടക്കും ഒതുക്കും ഭയങ്കര കുസൃതിയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നു എല്ലാ കാര്യത്തിലും. നമുക്കാർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഐശ്വര്യ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോവാന്നുള്ളത്. കാരണം നമ്മളെല്ലാം മനസ്സിൽ ഇപ്പോഴും ആ ഒരു കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഈ ഒരു സന്തോഷം നമുക്ക് എങ്ങനെ ഒന്നും പറയാൻ വാക്കുകളില്ല. ചെറുപ്പം തൊട്ടേ ഒന്നിച്ചായിരുന്നു ആ ജേണി സ്റ്റാർട്ട് ചെയ്ത്. ആ ചെറുപ്പം തൊട്ടേ ഇപ്പോഴും ഒന്നിച്ചാണ്. അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന പറയുമ്പോഴും എന്താ പറയുക, എപ്പോഴും ഒന്നിച്ചുണ്ടാവണം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനിയും ഉണ്ടാവണം, ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹം. നല്ലോണം മിസ് ചെയ്യും അവളെ. എന്നെ ആദ്യമായിട്ട് ഇളയമ്മ വിളിച്ചത് ഐശ്വര്യയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് 5 കുഞ്ഞളയമ്മയായത് ഐശ്വര്യ വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യ ചെറുപ്പത്തിലെ ഒരു പാവ കുഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം ആയാലും അത് ഓള് എല്ലാ കാര്യത്തിലും ഓൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ അല്ല എനിക്കിങ്ങനെ ആ ഒരു സ്നേഹത്തിൽ വിളിക്കും. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഞങ്ങളെ കുടുംബത്തിലെ ഏക പെൺതരിയാണ് കൊച്ചുമക്കളിൽ ഇവള്. പിന്നെ ബാക്കിയുള്ള ആൺകുട്ടികളാണ്. അപ്പോൾ ഒരു കല്യാണമാണ് ഇത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു കൊടുക്കുന്നു. காற்றாக நீ